ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക്കാണ്. ഇത് ഒരു അഡ്വാൻസ്ഡ് ലെസണാണ്. റിപ്പീറ്റഡ് ആയിട്ട് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഈ ഒരു ലെസൺ എടുക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് നൗൺ ക്ലോസ് ആൻഡ് റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ്. എന്താണ് നൗൺ ക്ലോസ് എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ക്ലോസ് എന്ന് പറയാം. ക്ലോസ് എന്നാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. പക്ഷേ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉണ്ടാവണം. അതിനെ നമുക്ക് ക്ലോസ് എന്ന് പറയാം. ക്ലോസ് തന്നെ നൗൺ ക്ലോസ് എന്ന് പറയണമെങ്കിൽ ആ ക്ലോസ് നൗണിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ക്ലോസ് ആയിരിക്കണം. അപ്പോൾ നൗണിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ക്ലോസിനെ നൗൺ ക്ലോസ് എന്ന് പറയാം. നൗണിൻ്റെ ഫങ്ഷൻ എന്താണ്? ഒരു സെൻറ്റൻസിൽ നൗണിന് സബ്ജക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും, ഓബ്ജക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും, സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആകാം, ഓബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആകാം, അങ്ങനെ പലതും. അപ്പോൾ ഒരു നൗൺ ചെയ്യുന്ന ഫങ്ഷൻസൊക്കെ നൗൺ ക്ലോസിനും ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് നൗൺ ക്ലോസ് ആൻഡ് റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആണ്. സാധാരണ നൗൺ ക്ലോസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട്, ഹൂ, വൈ, വെൻ, ദാറ്റ്, ഹൗ എന്നൊക്കെ ആണ്. ഇത്തരം വാക്കുകളായിരിക്കും സാധാരണ ഒരു നൗൺ ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സെൻറ്റൻസിൽ നൗൺ ക്ലോസ് എന്താണ് എന്ന് നോക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, നൗൺ ക്ലോസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമാകാൻ പറ്റും അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണെന്ന് പറയാം. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം നൗൺ ക്ലോസ് എന്താണ് എന്ന്. ഐ കാൺറ്റ് ഈറ്റ് വാട്ട് യു ആർ ഈറ്റിംഗ്. നിങ്ങൾ കഴിക്കുന്നത് എന്തോ അത് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഐ കാൺറ്റ് ഈറ്റ് വാട്ട് യു ആർ ഈറ്റിംഗ്. ഇതിൽ ഐ കാൺറ്റ് ഈറ്റ് എന്നത് മെയിൻ ക്ലോസ് ആണ്. വാട്ട് യു ആർ ഈറ്റിംഗ് എന്നതാണ് ആ സെൻറ്റൻസിലെ നൗൺ ക്ലോസ്. ഷീ ഈസ് തിങ്കിങ് എബൌട്ട് വാട്ട് ഷീ ഷുഡ് ഡു വിത്ത് ഹെർ ലൈഫ്. അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആലോചിക്കുന്നത്? വാട്ട് ഷീ ഷുഡ് ഡു വിത്ത് ഹെർ ലൈഫ്. അവൾ അവളുടെ ലൈഫ് കൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇവിടെ വാട്ട് ഷീ ഷുഡ് ഡു വിത്ത് ഹെർ ലൈഫ് എന്നതാണ് നൗൺ ക്ലോസ്. യുവർ പ്രോബ്ലം ഈസ് ദാറ്റ് യു ഡോണ്ട് ലിസൺ ടു എനിവൺ. നിങ്ങൾ ആരെയും ലിസൺ ചെയ്യില്ല, ആരെയും ശ്രദ്ധിക്കില്ല എന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം. ദാറ്റ് യു ഡോണ്ട് ലിസൺ ടു എനിവൺ ഇതാണ് ഈ സെൻറ്റൻസിലെ നൗൺ ക്ലോസ്. ഇപ്പോൾ എക്സാമ്പിൾസിൽ കൂടി നൗൺ ക്ലോസ് എന്താണ് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് എന്നാണ്. നൗൺ ക്ലോസിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ അൺനെസസറി ആയിട്ടുള്ള വാക്കുകളൊക്കെ എടുത്ത് മാറ്റി നമുക്ക് അതിനെ ഒരു റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റാം, ഒന്ന് ചുരുക്കി. പക്ഷെ അതിൻ്റെ മീനിങ് ഒന്നും ഒട്ടും നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ മാറ്റാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് എന്ന് പറയുന്നത്, ഒരു ചുരുക്കിയ ഫോം. അപ്പോൾ നൗൺ ക്ലോസ് ശരിക്കും അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, ഒരു സബ്ജക്റ്റും ഹെൽപ്പിംഗ് വേർബും ഒക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഫ്രേസായിട്ട് മാറും. അപ്പോൾ ഒരു നൗൺ ഫ്രേസായിട്ട് മാറും. ഒരു നൗൺ ക്ലോസിനെ നമ്മൾ ചുരുക്കി അതിനെ ഒരു ഇൻഫിനിറ്റീവ് ഫ്രേസായിട്ട് മാറ്റാം, ഒരു ജെറണ്ട് ഫ്രേസായിട്ടും ഒക്കെ മാറ്റാം. അപ്പോഴാണ് അത് റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അത് ഓരോ എക്സാമ്പിളായിട്ട് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാവും, വളരെ ഈസിയാവും. ഐ ഡോണ്ട് നോ ഹൗ ഐ ക്യാൻ ഗെറ്റ് ദിസ് ജോബ്. ഈ ജോലി എനിക്ക് എങ്ങനെ കിട്ടും എന്നത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഐ ക്യാൻ ഗെറ്റ് ദിസ് ജോബ്. ഇവിടെ ഹൗ ഐ ക്യാൻ ഗെറ്റ് ദിസ് ജോബ് എന്നതാണ് നൗൺ ക്ലോസ്. ഇതിനെ നമുക്ക് ഒരു റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കൂ. ഐ ഡോണ്ട് നോ ഹൗ ടു ഗെറ്റ് ദിസ് ജോബ്. ഹൗ ടു ഗെറ്റ് ദിസ് ജോബ്. നൗൺ ക്ലോസിലുണ്ടായിരുന്ന ഐ എന്ന സബ്ജക്റ്റും ക്യാൻ എന്ന മോഡൽ വേർബും മാറ്റി. അങ്ങനെ അതിനെ ഒരു റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കി മാറ്റി. ടു ഗെറ്റ് ദിസ് ജോബ് എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റീവ് ഫ്രേസ് ആണെന്ന് പറയാം. ടു ഗെറ്റ്, ടു എന്നത് ടു പ്ലസ്
ഗെറ്റ് 2 + V1 ആണ്, അതാണ് ഇൻഫിനിറ്റീവ്. അപ്പോൾ ടു ഗെറ്റ് ദിസ് ജോബ് എന്നത് ഒരു ഇൻഫിനിറ്റീവ് ഫ്രേസായി മാറി. അതിനെ നമുക്ക് റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് എന്ന് പറയാം. ഐ ഡോണ്ട് നോ ഹൗ ടു ഗെറ്റ് ദിസ് ജോബ് എന്നത് ഒരു റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആയി. ടു ഗെറ്റ് ദിസ് ജോബ് എന്നത് ഒരു ഇൻഫിനിറ്റീവ് ഫ്രേസ് ആണ്. ഇൻഫിനിറ്റീവ് എന്നാൽ 2 + V1 ഫോമാണ്. അപ്പോൾ ടു ഗെറ്റ് എന്നതാണ് അവിടെ ഇൻഫിനിറ്റീവ്. ടു ഗെറ്റ് ദിസ് ജോബ് എന്നത് ഇൻഫിനിറ്റീവ് ഫ്രേസ്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഷീ ടോൾഡ് us why we should invite John to the party. എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ജോണിനെ ഇൻവൈറ്റ് ചെയ്യേണ്ടതെന്ന് അവൾ ഞങ്ങളോട് പറഞ്ഞു. വൈ വി ഷുഡ് ഇൻവൈറ്റ് ജോൺ ടു ദ പാർട്ടി എന്നതാണ് നൗൺ ക്ലോസ്. അപ്പോൾ ഇനി അതിനെ ഒരു റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കി മാറ്റണം. ഷീ ടോൾഡ് us why to invite John to the party. ഇവിടെ നൗൺ ക്ലോസിലുണ്ടായിരുന്ന വി എന്ന സബ്ജക്റ്റും ഷുഡ് എന്ന മോഡൽ വേർബും നമ്മളെടുത്ത് മാറ്റി. അപ്പോൾ നമുക്ക് ഒരു റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് കിട്ടി. ഇനി ചില നൗൺ ക്ലോസുകൾ വാട്ട്, വൈ, വെൻ, വേർ എന്നൊക്കെ തുടങ്ങുന്ന ചില നൗൺ ക്ലോസസ് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കി മാറ്റുന്നത്. ഐ ഡോണ്ട് നോ വെൻ വി ഷുഡ് കോൾ ഹെർ. വെൻ വി ഷുഡ് കോൾ ഹെർ എന്നതാണ് നൗൺ ക്ലോസ്. ഇനി നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്ത് നോക്കാം. ഐ ഡോണ്ട് നോ വെൻ ടു കോൾ ഹെർ. അടുത്ത സെൻറ്റൻസ്, ഐ നോ വേർ വി ഷുഡ് ഹൈഡ് ദ മണി. എവിടെയാണ് മണി ഒളിച്ച് വെക്കേണ്ടത് എന്ന് എനിക്കറിയാം. വേർ വി ഷുഡ് ഹൈഡ് ദ മണി എന്ന നൗൺ ക്ലോസിനെ നമ്മളിനി റെഡ്യൂസ് ചെയ്ത് നോക്കാം. ഐ നോ വേർ ടു ഹൈഡ് ദ മണി. ഷീ ഡസൻ നോ ഹൗ ഷീ ക്യാൻ ഡു ദ വർക്ക്. അവൾക്ക് എങ്ങനെയാണ് ആ ജോലി ചെയ്യാൻ പറ്റുക എന്ന് അവൾക്കറിയില്ല. അതിനെ റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കുമ്പോൾ ഷീ ഡസൻ നോ ഹൗ ടു ഡു ദ വർക്ക്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ചില നൗൺ ക്ലോസുകളൊക്കെ വാട്ട്, വൈ, വെൻ, വേർ, ഹൗ എന്നൊക്കെ തുടങ്ങുന്ന നൗൺ ക്ലോസസ്, ഇതൊക്കെ നമുക്ക് റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കി മാറ്റണമെങ്കിൽ അതിനകത്ത് ക്യാൻ, കുഡ് അല്ലെങ്കിൽ ഷുഡ് എന്നിങ്ങനെയുള്ള മോഡൽ വേർബ്സ് ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് അത് മാറ്റാൻ പറ്റില്ല. നോക്കൂ ഒരു എക്സാമ്പിൾ. ഐ ഡോണ്ട് നോ ഹൗ ഐ ആം ഡൂയിങ് ദ വർക്ക്. ഇവിടെ ഹൗ ഐ ആം ഡൂയിങ് ദ വർക്ക് എന്നതാണ് നൗൺ ക്ലോസ്. പക്ഷേ ഈ നൗൺ ക്ലോസിൽ നമുക്ക് ഒരു മോഡൽ വേർബ് ഇല്ല. അപ്പോൾ നമുക്കതിനെ റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കാനും പറ്റില്ല. നോക്കൂ, ഒന്ന് നമുക്ക് ശ്രമിച്ച് നോക്കാം. ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദ വർക്ക്. ഇങ്ങനെ റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കി മാറ്റിയാൽ അതിൻ്റെ മീനിങ് ആകെ മാറും. ഐ ഡോണ്ട് നോ ഹൗ ഐ ആം ഡൂയിങ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്നല്ലേ. പക്ഷേ അതിനെ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സെൻറ്റൻസ് ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദ വർക്ക് എന്നാണ്. എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല എന്നായി മീനിങ്. അപ്പോൾ മീനിങ് ആകെ മാറി. അപ്പോൾ നൗൺ ക്ലോസിൽ ക്യാൻ, കുഡ് അല്ലെങ്കിൽ ഷുഡ് ഒക്കെ വേണം. അതല്ലെങ്കിൽ നമുക്ക് റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കി മാറ്റാൻ പറ്റില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്, ഒരു നൗൺ ക്ലോസിനെ റെഡ്യൂസ് നൗൺ ക്ലോസ് ആക്കി മാറ്റണമെങ്കിൽ മെയിൻ ക്ലോസിലെ സബ്ജക്റ്റും നൗൺ ക്ലോസിലെ സബ്ജക്റ്റും സെയിം തന്നെ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ, ഐ നോ വൈ യു ഷുഡ് ടേക്ക് ദിസ് ഓഫർ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഓഫർ എടുക്കേണ്ടത് എന്ന് എനിക്കറിയാം. ഐ നോ വൈ യു ഷുഡ് ടേക്ക് ദിസ് ഓഫർ. ഇതിലെ നൗൺ ക്ലോസ് വൈ യു ഷുഡ് ടേക്ക് ദിസ് ഓഫർ എന്നാണ്. ഇതിനെ നമുക്ക് ഒരു റെഡ്യൂസ് നൗൺ ക്ലോസ് ആക്കി മാറ്റാമോ എന്ന് നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഐ നോ എന്ന് പറയുമ്പോൾ മെയിൻ ക്ലോസിലെ ഐ ആണ് സബ്ജക്റ്റ്. യു ഷുഡ് ടേക്ക് ദിസ് ഓഫർ, വൈ യു ഷുഡ് ടേക്ക് ദിസ് ഓഫർ എന്നതാണ് നൗൺ ക്ലോസ്. അവിടെ സബ്ജക്റ്റ് യു ആണ്. അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് സബ്ജക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെഡ്യൂസ് നൗൺ ക്ലോസ് ആക്കി മാറ്റാൻ പറ്റില്ല. നോക്കൂ, അതങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഐ നോ വൈ ടു ടേക്ക് ദിസ് ഓഫർ എന്നാണ് നമ്മൾ പറയുക. ഐ നോ വൈ ടു ടേക്ക് ദിസ് ഓഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വളരെ റോങ് ആണ്. ഐ നോ വൈ ടു ടേക്ക് ദിസ് ഓഫർ, എന്തിനാണ് ഈ ഓഫർ സ്വീകരിക്കേണ്ടതെന്ന്, ഈ ഓഫർ എടുക്കേണ്ടതെന്ന് എനിക്കറിയാം എന്നാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ്. ഐ നോ വൈ യു ഷുഡ് ടേക്ക് ദിസ് ഓഫർ എന്നാണ്.
അപ്പോൾ 2 സബ്ജക്റ്റ് ആയാൽ നമുക്ക് റെഡ്യൂസ് നൗൺ ക്ലോസ് ആക്കി മാറ്റാൻ പറ്റില്ല. ഇനി വേറൊരു എക്സാമ്പിൾ. ഐ വിൽ ടീച്ച് യു ഹൗ യു ക്യാൻ ഡു ഇറ്റ്. ഐ വിൽ ടീച്ച് യു ഹൗ യു ക്യാൻ ഡു ഇറ്റ്. ഈ ഒരു സെൻറ്റൻസിനെ റെഡ്യൂസ് നൗൺ ക്ലോസ് ആക്കി മാറ്റുമ്പോൾ ഐ വിൽ ടീച്ച് യു ഹൗ ടു ഡു ഇറ്റ് എന്നാക്കാം. അത് നമുക്ക് റെഡ്യൂസ് നൗൺ ക്ലോസ് ആക്കി മാറ്റാൻ പറ്റും. അതിന് കാരണം അവിടെ യു എന്ന ഒരു ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ഉള്ളത് കൊണ്ടാണ്. ഐ വിൽ ടീച്ച് യു എന്ന് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ മാറ്റാം. ഇനി ചില പ്രത്യേക വേർബുകളുണ്ട്. ആ വേർബുകളൊക്കെയാണ് നൗൺ ക്ലോസിന് മുന്നിൽ വരുന്നതെങ്കിൽ നമുക്ക് അതെങ്ങനെയാണ് ഒരു റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കി മാറ്റുന്നത് എന്ന് നോക്കാം. പിന്നെ പ്രത്യേക വേർബുകൾ എന്ന് പറയുന്നത് വാണ്ട്, ഫോർഗെറ്റ്, പ്രോമിസ്, ഹോപ്പ്, ഡിസൈഡ്, ഡിമാൻഡ്, പ്രിറ്റൻഡ്, വിഷ്, ക്ലെയിം. ഇതൊക്കെയാണ് ആ പ്രത്യേകതരം വേർബുകൾ. ഈ വേർബുകളൊക്കെയാണ് നൗൺ ക്ലോസിന് മുന്നിൽ വരുന്നതെങ്കിൽ നമുക്ക് അത്തരം സെൻറ്റൻസുകളെ റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കി മാറ്റാൻ സാധിക്കും. ഐ ഹാവ് ഫോർഗോട്ടൺ ദാറ്റ്. ഐ ഹാവ് മെറ്റ് യു. ഞാൻ നിന്നെ കണ്ടുമുട്ടിയ കാര്യം ഞാൻ മറന്നു എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു റെഡ്യൂസ് നൗൺ ക്ലോസ് ആക്കാം. ഐ ഹാവ് ഫോർഗോട്ടൺ ടു ഹാവ് മെറ്റ് യു. ടു ഹാവ് മെറ്റ് യു എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫിനിറ്റീവ് ഫ്രേസ് ആയിട്ട് മാറ്റി. അപ്പോൾ നമുക്ക് റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആണ് കിട്ടിയത്. ഷീ ഹാസ് പ്രോമിസ്ഡ് ദാറ്റ് ഷീ വിൽ റിട്ടേൺ മൈ മണി സൂൺ. ഷീ ഹാസ് പ്രോമിസ്ഡ് ദാറ്റ്. അവൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട് എൻ്റെ മണി വേഗം റിട്ടേൺ ചെയ്യാം എന്ന്. ഷീ ഹാസ് പ്രോമിസ്ഡ് ടു റിട്ടേൺ ദ മണി സൂൺ. ഐ ഹോപ്പ് ദാറ്റ് ഐ സീ യു എഗെയിൻ. വീണ്ടും നിന്നെ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ടു സീ യു എഗെയിൻ. യു പ്രിറ്റൻഡ് ദാറ്റ് യു ആർ ഫൈൻ. യു പ്രിറ്റൻഡ് ടു ബി ഫൈൻ. ഇവിടെ യു ആർ ഫൈൻ എന്നാണ്. അപ്പോൾ അവിടെ ടു ബി ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അത് ഒരു ബി വേർബ് ആയതുകൊണ്ട്. ഹി വാസ് പ്രിറ്റൻഡിങ് ദാറ്റ് ഹി വാസ് ഇൽ. അവന് സുഖമില്ലായിരുന്നു എന്ന് അവൻ അഭിനയിക്കുകയായിരുന്നു. ഹി വാസ് പ്രിറ്റൻഡിങ് ദാറ്റ് ഹി വാസ് ഇൽ. അത് ഒരു റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കണമെങ്കിൽ ഹി വാസ് പ്രിറ്റൻഡിങ് ടു ബി ഇൽ. അവിടെയും ടു ബി തന്നെയാണ്, കാരണം വാസ് എന്നാണ്. ഐ ക്യാൻ പ്രൂവ് ദാറ്റ് ഐ ആം ആൻ അസറ്റ് ടു ദിസ് ഗ്രൂപ്പ്. ഞാൻ ഈ ഒരു ഗ്രൂപ്പിന് ഒരു അസറ്റാണ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ പ്രൂവ് ടു ബി ആൻ അസറ്റ് ടു ദിസ് ഗ്രൂപ്പ്. ചില വേർബ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നൗൺ ക്ലോസിന് മുന്നിൽ വരുന്ന വേർബ്സ് എന്ന്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോൾ കണ്ട എല്ലാ എക്സാമ്പിൾസിലും നമ്മൾ ദാറ്റ് എന്ന കൺജങ്ഷനാണ് ഉപയോഗിച്ചത്. യു പ്രിറ്റൻഡ് ദാറ്റ്, വി ഹോപ്പ് ദാറ്റ് എന്നൊക്കെയല്ലേ ഉപയോഗിച്ചത്. എല്ലാ സെൻറ്റൻസിലും ദാറ്റാണ് ഉപയോഗിച്ചത്. ഷീ ക്ലെയിംസ് ദാറ്റ് ഷീ ഈസ് എ ഡോക്ടർ. അവൾ ഒരു ഡോക്ടർ ആണ് എന്ന് അവകാശപ്പെടുന്നു. ഷീ ക്ലെയിംസ് ടു ബി എ ഡോക്ടർ. ഐ വിഷ് ഐ കുഡ് സീ യു റൈറ്റ് നൗ. ഐ വിഷ് ടു സീ യു റൈറ്റ് നൗ. ഇവിടെ നമുക്ക് ദാറ്റ് ഒഴിവാക്കാം. പിന്നെ സബ്ജക്റ്റ് മെയിൻ ക്ലോസിലും നൗൺ ക്ലോസിലും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് നൗൺ ക്ലോസിനെ റെഡ്യൂസ് നൗൺ ക്ലോസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ. മാറ്റാവുന്ന ചില കേസുകളുണ്ട്. അത് അങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് പാസീവ് ഫോമിലേക്ക് മാറ്റണം. അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. നോക്കാം നമുക്കൊരു എക്സാമ്പിൾ. വി ഹോപ്പ് ദാറ്റ് ദേ പേ അസ് വെൽ. അവർ നമുക്ക് നന്നായിട്ട് അവർ പേ ചെയ്യും എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വി ഹോപ്പ് ദാറ്റ് ദേ പേ അസ് വെൽ. ഇതിനെ റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കുമ്പോൾ വി ഹോപ്പ് ടു ഗെറ്റ് പെയ്ഡ് അല്ലെങ്കിൽ വി ഹോപ്പ് ടു ബി പെയ്ഡ്. അപ്പോൾ നമ്മൾക്ക് പേയ്മെൻറ്റ് തരുന്ന കാര്യമല്ലേ പറയുന്നത്, മറ്റുള്ളവർ. ദേ പേ അസ് വെൽ. അതിനെ നമ്മളൊരു പാസീവ് ഫോമിലേക്ക് മാറ്റി വി വിൽ ബി പെയ്ഡ് എന്നതാക്കി മാറ്റി. അവിടെ ദേ എന്നതിന് നമ്മളെടുത്ത് മാറ്റി, എന്നിട്ട് നമ്മളൊരു പാസീവ് ഫോമിലേക്ക് അത് മാറ്റിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റുന്നത്. വി ഹോപ്പ് ടു ഗെറ്റ് പെയ്ഡ് വെൽ, അതല്ലെങ്കിൽ വി ഹോപ്പ് ടു ബി പെയ്ഡ് വെൽ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, വി ഹോപ്പ് ദാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മളാണ് പ്രതീക്ഷിക്കുന്നത്, പിന്നെ നമുക്ക് തന്നെയാണ് പേയ്മെൻറ്റ് കിട്ടേണ്ടത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ പാസീവ് ഫോമിലേക്ക് മാറ്റിയിട്ട് റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. വേറൊരു എക്സാമ്പിൾ പറയാം. ദേ ഡിമാൻഡ് ദാറ്റ് ദ കമ്പനി പേ റിയ വെൽ. കമ്പനി റിയയ്ക്ക് നല്ല പേയ്മെൻറ്റ് കൊടുക്കും, നന്നായിട്ട് പേ ചെയ്യുമെന്ന് അവർ ഡിമാൻഡ് ചെയ്യുന്നു എന്നാണ്. ദേ ഡിമാൻഡ് ദാറ്റ് ദ കമ്പനി പേ റിയ വെൽ.
ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ദ കമ്പനി പേ റിയ വെൽ എന്നാണ്. ആ കമ്പനി പേ എന്ന് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നാം. അവിടെ സബ്ജക്റ്റീവ് മൂഡിലുള്ള സെൻറ്റൻസ് ആയതുകൊണ്ടാണ് കമ്പനി പേ എന്ന് ഉപയോഗിച്ചത്. അതല്ലെങ്കിൽ കമ്പനി എന്നല്ലേ, അത് സിംഗുലർ സബ്ജക്റ്റ് അല്ലേ, അപ്പോൾ പേയ്സ് എന്ന് വേണ്ടേ എന്ന് ചിന്തിക്കാം. പക്ഷേ അങ്ങനെ ആവശ്യമില്ല. കാരണം അവിടെ ബേസ് ഫോം ഓഫ് ദ വെർബാണ് ഉപയോഗിക്കേണ്ടത്. കാരണം സബ്ജക്റ്റീവ് മൂഡിലുള്ള സെൻറ്റൻസ് ആയതുകൊണ്ട്. ഇവിടെ ദേ ഡിമാൻഡ് ടു ബി പെയ്ഡ് വെൽ എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് റോങ് ആയി പോവും. കാരണം റിയ എന്നതാണ് അവിടെ ഓബ്ജക്റ്റ്. ദേ ഡിമാൻഡ് ടു ബി പെയ്ഡ്. ദേ ഡിമാൻഡ് ടു ബി പെയ്ഡ് എന്ന് പറഞ്ഞാൽ അവരാണ് ഡിമാൻഡ് ചെയ്യുന്ന, അവർക്കാണ് പേയ്മെൻറ്റ് കിട്ടേണ്ടത്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് നൗൺ ക്ലോസ് ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ റിയ എന്നത് വേറെ ഒരു ഓബ്ജക്റ്റാണ്. അപ്പോൾ ഓബ്ജക്റ്റ് ഓഫ് ദ നൗൺ ക്ലോസും സബ്ജക്റ്റ് ഓഫ് ദ മെയിൻ ക്ലോസും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ മാറ്റാൻ പറ്റുകയുള്ളൂ. റെഡ്യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് നൗൺ ക്ലോസ് ആക്കി ആ ഒരു ഫോമിലേക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. recommend, admit, imagine, propose, deny, suggest, recollect, mention, recall, appreciate, acknowledge, remember, understand, anticipate, report. ഈ വേർബ്സ് ഒക്കെയാണ് നൗൺ ക്ലോസിന് മുന്നിൽ വരുന്നതെങ്കിൽ അത്തരം നൗൺ ക്ലോസുകളെ റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കി മാറ്റുമ്പോൾ വളരെ ഈസി ആയിട്ട് ജെറൻഡ് ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റാം. നോക്കൂ എക്സാമ്പിൾസ്. ഷീ അഡ്മിറ്റഡ് ദാറ്റ് ഷീ ബ്രോക്ക് ദ വിൻഡോ. അവൾ വിൻഡോ പൊട്ടിച്ചു എന്ന് അവൾ അഡ്മിറ്റ് ചെയ്തു, അവൾ സമ്മതിച്ചു. ഷീ അഡ്മിറ്റഡ് ബ്രേക്കിംഗ് ദ വിൻഡോ. ദ മാൻ ഡിനൈഡ് ദാറ്റ് ഹീ സ്റ്റോൾ ദ മണി. അയാൾ പൈസ മോഷ്ടിച്ചു എന്ന് അയാൾ നിരസിച്ചു. ദ മാൻ ഡിനൈഡ് സ്റ്റീലിംഗ് മണി. നോക്കൂ, സ്റ്റീലിംഗ് എന്നതാണ് അവിടെ ജെറണ്ട്. അപ്പോൾ അതൊരു ജെറണ്ട് ഫ്രേസാക്കി മാറ്റി നമ്മളതിനെ റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കി. അപ്പോൾ അവിടെ അതൊരു ജെറണ്ട് ഫ്രേസ് ആണ്, സ്റ്റീലിംഗ് ദ മണി. ദ ഡോക്ടർ റെക്കമെൻഡഡ് ദാറ്റ് ഐ ടേക്ക് ലെസ് സോൾട്ട്. ഞാൻ കുറച്ച് സോൾട്ട് കഴിക്കണം എന്നാണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത്. ദ ഡോക്ടർ റെക്കമെൻഡഡ് ടേക്കിംഗ് ലെസ് സോൾട്ട്. ഹീ മെൻഷൻഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ ഡൂയിങ് ഹിസ് വർക്ക് കെയർഫുള്ളി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്ക് വളരെ കെയർഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ദാറ്റ് ഹി ഹാഡ് ബീൻ ഡൂയിങ് ഹിസ് വർക്ക് കെയർഫുള്ളി എന്നത് നൗൺ ക്ലോസ്. ഹീ മെൻഷൻഡ് ഹാവിങ് ബീൻ ഡൂയിങ് ഹിസ് വർക്ക് കെയർഫുള്ളി. ഇവിടെ ഹാവിങ് ബീൻ എന്നുപയോഗിച്ചതിന് കാരണം ഹാഡ് ബീൻ എന്നാണ് നമ്മുടെ നൗൺ ക്ലോസിലുള്ളത്. അപ്പോൾ ഹാഡ് എന്നതിൻ്റെ ബേസ് ഫോം ഹാവ് ആണ്, അതിൻ്റെ കൂടെ ING ചേർത്ത് ഹാവിങ് ബീൻ എന്നാക്കി മാറ്റി. ദേ എക്സ്പെക്ട് ദാറ്റ് ഐ വിൽ കം. ഞാൻ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ദേ എക്സ്പെക്ട് ദാറ്റ് ഐ വിൽ കം. ദാറ്റ് ഐ വിൽ കം എന്നത് നൗൺ ക്ലോസ്. ദേ എക്സ്പെക്ട് മൈ കമ്മിങ്, അത് ഒരു റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആയി. മൈ കമ്മിങ്. മൈ കമ്മിങ് എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം മീ കമ്മിങ് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു പാർട്ടിസിപ്പിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് മൈ കമ്മിങ് എന്ന് തന്നെ ഉപയോഗിക്കണം. ഷീ റീകോൾഡ് ദാറ്റ് ഷീ സോ ഹിം ഓൺ ദ നൈറ്റ് ഓഫ് ദ തെഫ്റ്റ്. കളവ് നടന്ന ആ രാത്രി അവൾ അവനെ കണ്ടു എന്ന് അവൾ ഓർമ്മിച്ചു. ദാറ്റ് ഷീ സോ ഹിം ഓൺ ദ നൈറ്റ് ഓഫ് ദ തെഫ്റ്റ്, നൗൺ ക്ലോസ്. ഇനി അതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഷീ റീകോൾഡ് seeing him on the night of the theft. She complained that she was served stale chapati. ഫ്രഷ് അല്ലാത്ത ചപ്പാത്തിയാണ് അവൾക്ക് കൊടുത്തതെന്ന്, അവൾക്ക് സെർവ് ചെയ്തതെന്ന് അവൾ കംപ്ലയിൻറ്റ് ചെയ്തു. ഈ ഒരു സെൻറ്റൻസിൽ ദാറ്റ് ഷി വാസ് സെർവ്ഡ് സ്റ്റെയിൽ ചപ്പാത്തി എന്നതാണ് നൗൺ ക്ലോസ്. ഇതിനെ നമുക്ക് റെഡ്യൂസ്ഡ് നൗൺ ക്ലോസ് ആക്കി മാറ്റുമ്പോൾ ഷീ കംപ്ലയിൻറ്റ് എബൌട്ട് ബീയിങ് സെർവ്ഡ് സ്റ്റെയിൽ ചപ്പാത്തി എന്നാണ് വേണ്ടത്. ഇവിടെ നോക്കൂ, കംപ്ലയിൻറ്റ് എബൌട്ട് എന്ന് ചേർത്തു. എബൌട്ട് എന്ന ഒരു പ്രിപ്പോസിഷൻ, ചില കേസുകളിൽ നമുക്ക് ചില പ്രിപ്പോസിഷൻസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ കംപ്ലയിൻറ്റ് എബൌട്ട് എന്ന് ചേർത്തു. ബീയിങ് സെർവ്ഡ് എന്ന് ഉപയോഗിക്കാൻ കാരണം അതൊരു പാസീവ് ഫോമിലുള്ള സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. വാസ് എന്നതിൻ്റെ ബേസ് ഫോം ബി ആണ്. ബി എന്നതിൻ്റെ കൂടെ ING ഫോം ചേർത്തു. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു. ഇത് ഒരു അഡ്വാൻസ്ഡ് ലെസൺ ആണ്. എന്തായാലും ഈ ഒരു ലെസൺ റിക്വസ്റ്റ് ചെയ്ത വ്യൂവറിനും
മറ്റുള്ളവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു.